സ്വാഗതം പവർ പ്ലേയിലേക്ക്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സംസ്ഥാനത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചാണ്. 2016 പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ LDF അധികാരത്തിലെത്തിയ അന്നു മുതൽ ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അന്നു മുതൽ പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾ, വലിയ ആക്ഷേപങ്ങൾ, വലിയ ആരോപണങ്ങൾ ഒക്കെ ഉയർന്നിട്ടുണ്ട്. കസ്റ്റഡി മരണങ്ങൾ, പോലീസിനെ കണ്ട് ആളുകൾ ഓടിപ്പോയി പുഴയിൽ വീണതോ കിണറ്റിൽ വീണോ ഒക്കെ ഉണ്ടായ മരണങ്ങൾ, കസ്റ്റഡി മർദ്ദനങ്ങൾ, അങ്ങനെ പല വിധത്തിൽ. അതോടൊപ്പം പോലീസ് വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ കൊലകൾ നടത്തിയത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. 3 തവണ അത് കേരളത്തിലുണ്ടായി. മാവോയിസ്റ്റുകൾക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഓപ്പറേഷനിടെ 3 ആളുകളെ വെടിവെച്ച് കൊന്നു കേരളത്തിലെ പോലീസ്. ഒരുപക്ഷെ കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആണ് ഒരു സർക്കാരിൻ്റെ കാലത്ത് 3 തവണ അങ്ങനെ സംഭവിക്കുന്നതൊക്കെ. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തും പോലീസിനെതിരെയുള്ള ആക്ഷേപങ്ങൾക്ക് കുറവൊന്നുമില്ല. ഇപ്പോൾ കുന്നംകുളത്ത് 2 വർഷം മുമ്പ് കോൺഗ്രസ് പ്രവർത്തകനായ ഒരാളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് മർദ്ദിച്ചതിൻ്റെ ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച് CCTV ഫുട്ടേജസ് പുറത്തു വന്നതിനെ തുടർന്നാണ് ഇത് വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത്. അത് ചർച്ചയിലേക്ക് വരുമ്പോൾ മുമ്പ് പല സമയത്തായി നടന്ന 2017 നടന്ന, 2016 നടന്ന, 2020 നടന്ന, 2022 അങ്ങനെ പല കാലത്തായി നടന്ന പല പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങളെക്കുറിച്ചും പോലീസിൻ്റെ ജനങ്ങളോടുള്ള വൈരനിര്യാതന ബുദ്ധിയോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചുമുള്ള ആക്ഷേപങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഭരണത്തെ നിർണ്ണയിക്കുന്നതിൽ പോലീസ് എക്കാലത്തും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ അധികാരമാറ്റത്തിന് വരെ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ കാരണമായിട്ടുമുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ മുൻകാലത്ത് ഉണ്ട്. ഈ പോലീസിൻ്റെ ഈ നടപടികൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ പ്രതിഫലിക്കും എന്ന് ആലോചിക്കുകയാണ് പവർ പ്ലേയുടെ ഈ ലക്കത്തിൽ. അതോടൊപ്പം ഇപ്പുറത്ത് പ്രതിപക്ഷം ഈ വിഷയങ്ങളെയൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു 2 തെരഞ്ഞെടുപ്പുകൾ, ക്രൂഷ്യലായിട്ടുള്ള 2 തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പ്രതിപക്ഷവും വലിയ അഗ്നിപരീക്ഷയെ നേരിടുന്നു. ഒന്ന്, അവരുടെ ഒരു യുവ MLAക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ, അതിന്മേൽ ആ പാർട്ടി എടുത്ത നടപടി, ആ നടപടിയെ ചൊല്ലി കോൺഗ്രസ്സിൽ ഉണ്ടായിരിക്കുന്ന കലഹങ്ങൾ ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് കോൺഗ്രസ്സിനുള്ളിൽ തന്നെ നേതാക്കൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ, അതേ ചൊല്ലി ചില നേതാക്കൾ ആത്മഹത്യ ചെയ്തത്, ഇപ്പോഴും ഒരു നേതാവ് ആത്മഹത്യ, ഇതൊക്കെ ചൊല്ലി ഉണ്ടായ തർക്കങ്ങൾ. അങ്ങനെ കോൺഗ്രസ് ദുർബലമായത് ഈ ആക്ഷേപങ്ങളെ മുതലെടുക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷത്തെ തടയുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യവും വരുന്നുണ്ട്. നമുക്കൊപ്പം പവർ പ്ലേയിലുള്ളത് MP പ്രശാന്തും MP ബഷീറുമാണ്. ആദ്യം ബഷീർ, ഈ ആക്ഷേപങ്ങൾ, പോലീസിനെതിരെ വരുന്ന ആക്ഷേപങ്ങൾ, അത് കണ്ടെയ്ൻ ചെയ്യാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 2016 മുതൽ ഈ ആക്ഷേപം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കസ്റ്റഡി മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പോലീസിൻ്റെ കസ്റ്റഡിയൽ അതിക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതേക്കുറിച്ചൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഇതുവരെ അത് കണ്ടെയ്ൻ ചെയ്യാൻ കഴിഞ്ഞില്ല. നിയമസഭയിൽ പല കുറി മുഖ്യമന്ത്രി ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡുകളിൽ, മറ്റ് സമ്മേളനങ്ങളിലൊക്കെ മുഖ്യമന്ത്രി അവരെ ഉപദേശിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇതിനിടയിൽ കൂടെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ആക്ഷേപമൊക്കെ ഉയർത്തി പോലീസിൻ്റെ ധാർമ്മിക മനോവീര്യം തകർക്കരുത് എന്നും പറയുന്നുണ്ട്. ഇത് കണ്ടെയ്ൻ ചെയ്യാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും. അതായത് ഈ 2 സർക്കാരുകളെ ഒന്നിച്ചെടുത്താൽ, പിണറായി വിജയൻ നേതൃത്വം നൽകിയ 2 LDF സർക്കാരുകളെ ഒന്നിച്ചെടുത്താലും അതിലേറ്റവും പരാജയപ്പെട്ട എന്ന വാക്ക് തന്നെ ഉപയോഗിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ബലഹീനമായ വകുപ്പായിട്ട്, ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വകുപ്പായിട്ട് ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് മാറുകയാണ്. ഒന്നാമത്തെ സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ പോലീസ് സേനയുടെ മനോവീര്യം തകർക്കരുത് എന്ന തുടക്കത്തിലുള്ളൊരു പ്രസ്താവന ഉടനീളം പലയിടത്തായിട്ട് അത് ആവർത്തിക്കുന്നുണ്ട്. രാജീവ് ഈ പറഞ്ഞ പോലെ ഇടവേളകളിൽ മുഖ്യമന്ത്രി പല സമ്മേളനങ്ങളിലായി പോലീസിനെ ഗുണദോഷിക്കുന്നുമുണ്ട്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന വീഴ്ചകൾ, പോലീസിൻ്റെ ചില കാര്യങ്ങളിൽ, ഇപ്പോൾ RSS പോലീസിന് മേലുള്ള നിയന്ത്രണം പോലെയുള്ള ഗുരുതരമായ രാഷ്ട്രീയ ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്നെഫിഷ്യൻസി, ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചു ചേർത്താൽ ഈ വകുപ്പിനെതിരെ ഉയർന്ന പോലെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ മറ്റു വകുപ്പുകൾക്കെതിരെ ഉയർന്നില്ല എന്ന് വേണം കരുതാൻ. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ ഒരു സർക്കാരിൻ്റെ പ്രതിച്ഛായ നിശ്ചയിക്കുന്ന
ഒരു സിംഗിൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ അതെങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നതാണ്. പലപ്പോഴും സർക്കാരുകളുടെ മാറ്റങ്ങൾക്ക് ഹേതുവാകുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ മെറ്റീരിയലായിത്തീരുന്നത് ആ സർക്കാരിൻ്റെ പോലീസ് നയമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ 2ാം ടേമിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ വളരെ വലിയ തോതിലുള്ള ഒരു മലവെള്ളപ്പാച്ചിൽ പോലെയാണ് ഈ പോലീസ് അട്രോസിറ്റീസിൻ്റെ ദൃശ്യങ്ങൾ വരുന്നത്. ഈ ദൃശ്യങ്ങൾ വരാൻ സാങ്കേതികമായ ഉണ്ടായ മാറ്റങ്ങൾ, അക്കാര്യത്തിലുണ്ടായ നിയമപരമായ ഇതിൻ്റെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഇത് അവൈലബിൾ ആക്കണം എന്ന നയം വന്നത്, അതോടൊപ്പം തന്നെ സാങ്കേതികമായി മൊബൈൽ ഫോണിലും അല്ലാതെയും ഇത് ഷൂട്ട് ചെയ്യപ്പെടുന്നു എന്ന അവസ്ഥ, ഇത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ കൂടുതൽ ജനം അറിയുന്നു എന്നേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇത് ഏറ്റവും വലിയ ഗൗരവമേറിയ ഒരു പ്രശ്നമായിരിക്കുന്നു. മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്. അദ്ദേഹത്തിന് മേൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതും ഈ വകുപ്പിനെ ചൊല്ലിയാണ്. ഈ വകുപ്പ് RSSനോടൊക്കെ മൃദുവാകുന്നതിന് രാഷ്ട്രീയമായ അതിന് പിന്നിലെ മറ്റ് കാരണങ്ങളുണ്ട് എന്ന് പ്രതിപക്ഷവും മറ്റ് സംഘടനകളും ആരോപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രതിച്ഛായ പ്രശ്നമായി വരാൻ പോകുന്നത് പോലീസിംഗ് തന്നെയാണ്. എന്നാൽ രാജീവ് സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഇത്ര വലിയ തെളിവുകൾ, ഇത്ര വലിയ പോലീസ് അട്രോസിറ്റീസിൻ്റെ തെളിവുകൾ വരുമ്പോൾ പോലും അത് എടുത്തുന്നയിക്കുന്നതിനോ അതിനെ വലിയൊരു ജനകീയ പ്രശ്നമാക്കി മാറ്റുന്നതിനോ അപ്പുറത്ത് സാധിക്കുന്നില്ല എന്നതൊരു തെരഞ്ഞെടുപ്പ് ചിത്രമായി നമുക്ക് മുന്നിലുണ്ട്. ഇത് തീർച്ചയായും പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് ജനം ഒരു സർക്കാരിന് നേരെ പിടിക്കുന്ന ഏറ്റവും വലിയ കണ്ണാടി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആഭ്യന്തര വകുപ്പിൻ്റെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ എന്നതാണ്. ഞാൻ ബഷീറിലേക്ക് വരാം. ഞാൻ ഇപ്പോൾ ബഷീർ സൂചിപ്പിച്ചൊരു കാര്യമാണ് പ്രതിച്ഛായ എന്നുള്ളൊരു വാക്ക്. 1991-96 സർക്കാരിൻ്റെ കാലത്താണെന്ന് തോന്നുന്നു ഈ ആഭ്യന്തര വകുപ്പിനെ ചൊല്ലി മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ അതൊരു വലിയ ഡിബേറ്റിംഗ് പോയിൻ്റ് ആവുകയും അവസാനം മുഖ്യമന്ത്രിക്ക് രാജിവെച്ച് മാറേണ്ടി വരികയും ചെയ്തത് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും. അപ്പോൾ എന്നുവെച്ചാൽ ഒരു ഗവൺമെൻറ് പ്രതിച്ഛായ എന്ന് പറയുന്നത് ബഷീർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അത് പോലീസ് നയവുമായി വളരെയധികം ക്ലോസ്ലി റിലേറ്റഡ് ആണ്. കാരണം വെച്ചാൽ ജനത്തിനെ അടിച്ചൊതുക്കാൻ പോലീസിനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജനം സർക്കാരിനെ അനുഭവിക്കുന്ന ഒരുപക്ഷെ പോലീസ് നടപടിയിലൂടെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ കഴിഞ്ഞ 9 വർഷം കഴിയുന്നു, അല്ല 9 വർഷം കഴിഞ്ഞു. ഈ കാലയളവ് എത്രയായിട്ടും ഇതെന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലായാലും ഇത് ഒരു കുഴപ്പമില്ല, ഇതിങ്ങനെ തന്നെയാണ് പോലീസിങ് വേണ്ടത് എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചതാണോ, അതോ മുഖ്യമന്ത്രി CPMൻ്റെ നയം മുഖ്യമന്ത്രിക്ക് നടപ്പാക്കാൻ കഴിയാതെ പോകുന്നതാണോ, പാർട്ടിക്ക് മുഖ്യമന്ത്രിയെ തിരുത്താൻ കഴിയാത്തതാണ്? ഇത് ഈ മാടായിപ്പാറയിൽ FIR ഉണ്ടല്ലോ, FIRമായി ബന്ധപ്പെട്ട് CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട്. അത് തലയ്ക്ക് വെളിവില്ലാത്ത ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തലയ്ക്ക് നല്ല വെളിവും നല്ല ബോധ്യവുമുള്ള ആളുകൾ തന്നെയാണ് പോലീസിൽ ചെയ്യുന്നത്. അത് ചെയ്യുന്നതിന് പിറകിൽ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പം നിങ്ങൾ 2016 മുതൽ ഇങ്ങോട്ട് വരെയുള്ള കേസുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ചില കേസുകളിൽ പോലീസ് അമിതാവേശം കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 2016 കാഞ്ഞങ്ങാട് വെച്ചിട്ട് സമസ്തയുടെ നേതൃത്വത്തിൽ ശരീഅത്ത് സംരക്ഷണ റാലി നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് പോലീസ് കേസെടുത്തു. ആ കേസെടുത്തതിൽ FIRൽ എഴുതി വെച്ചത് പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ എങ്ങനെയാണ് അത് കേസായി മാറുന്നത് എന്ന് തലക്ക് വെളിവില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അന്ന് ഉണ്ടായിരുന്നതല്ലേ. അപ്പോൾ പല സംഭവങ്ങൾ, നിരവധി ഉദാഹരണങ്ങൾ പറയാം. കാരണം ഒരു ചർച്ചയിൽ ഉന്നയിക്കാൻ കഴിയാവുന്നതിന് അത്രയും അധികം ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ ഈ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്ന കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ ഒരു ചെറിയൊരു പ്രശ്നം, സംഘർഷമല്ല, അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ വന്നത് വാസ്തവത്തിൽ CPI നേതാവായിട്ടുള്ള ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ പോലീസ് കേസെടുത്ത് അതല്ല ഈ മൃതശരീരം ഇവിടെ പൊതു ദർശനത്തിൽ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് BJPക്കാർ പ്രകടനം നടത്തി. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനിൽ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ടൊരു കേസ് വന്നു. അപ്പം അന്ന് പോലീസ് കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ അവിടെ മുസ്ലിം തീവ്രവാദികളും മാവോയിസ്റ്റുകളും ചേർന്നിട്ട് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്.
അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ BJP-ക്കാർ പ്രകടനം നടത്തിയിട്ടുണ്ട്. BJP-യുടെ കൊടിയും വെച്ചുകൊണ്ട് അവർ റോഡിൽ പ്രകടനം നടത്തി അതിൻ്റെ കേസെടുത്തിട്ടില്ല. മറിച്ച് ഇവിടെ പറയുന്ന മുസ്ലിം തീവ്രവാദികളും മാവോയിസ്റ്റുകളും എന്ന് പറഞ്ഞാൽ അതിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നു. ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത പരിപാടി, അതിനെതിരെ പോലീസ് കേസെടുത്തു. അതിന് മുമ്പ് നടന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ നാടുകാണിയിൽ ഈ മലപ്പുറത്ത് നടന്ന കേരളയിൽ നടന്ന വെടിവെപ്പ്, ആ വെടിവെപ്പ് നടന്നിട്ട് ഇവിടുന്ന് ഒരു വസ്തുതാന്വേഷണ സംഘം അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോലീസ് തടഞ്ഞു. പോലീസല്ല തടഞ്ഞത്, അവിടെ BJP അടക്കമുള്ള നേതാക്കന്മാരടക്കമുള്ള ആളുകളാണ് തടഞ്ഞത്, നാട്ടുകാരെന്നാണ് പറയുന്നത്. പക്ഷേ BJP ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ BJP നേതാക്കന്മാരെ തന്നെ കണ്ടതാണ്. അപ്പോൾ അവർ തടഞ്ഞു. ഈ പോയ ആൾക്കാർക്കെതിരെയാണ് കേസെടുത്തത്, തടഞ്ഞ BJP-ക്കാർക്കെതിരെ കേസെടുത്തില്ല. അവിടെ വലിയൊരു ഫ്ലക്സ് ഉണ്ടായിരുന്നു, കേരള പോലീസിന് അഭിവാദ്യങ്ങൾ. അത് ഉയർത്തിയത് BJP-യാണ്. BJP-യുടെ പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ കേരള പോലീസിന് സിന്ദാബാദ് വിളിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ നിരവധി കേസുകളുണ്ട് അങ്ങനെ. അപ്പോൾ വളരെ കൃത്യമായിട്ട് എന്തോ ഒരു അജണ്ട കേരള പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ ഭരണകക്ഷിയായിട്ടുള്ള CPM-ന് കഴിയുന്നില്ല എന്നുള്ളത് ഈ അടുത്ത സംഭവങ്ങളിൽ നിന്ന് കാണാം. കാരണം ഈ പോലീസ് മർദ്ദനത്തെക്കുറിച്ചുള്ള പല പരാതികളും ഉന്നയിക്കുന്നത് CPM-കാരോ DYFI-ക്കാരോ SFI-ക്കാരാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് വളരെ ബോധപൂർവമായിട്ട് പോലീസിൻ്റെ ഉള്ളിൽ ഇത് നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അത് നിയന്ത്രിക്കാൻ CPM പോലൊരു പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളതും പലപ്പോഴും CPM-ന് പോലീസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന CPM നേതാക്കന്മാരുമാണെന്നുള്ളത്. അപ്പം നമ്മൾ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് പോലീസ് ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകരണമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഭരണകൂടത്തിൻ്റെ അല്ല, ഏത് ഭരണകൂടത്തിൻ്റെ എന്നൊരു പ്രശ്നം വരും. അത് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ആണോ കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ ആണോ എന്നൊരു പ്രശ്നം. അപ്പോൾ പോലീസിങ്ങിൽ ഇവിടെ നടക്കുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്നോ അല്ലെങ്കിൽ അത് വളരെ എന്താ പറയുക സ്വാഭാവികമായി നടക്കുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നു പോലീസ് ജനങ്ങളുമായിട്ട് പ്രശ്നമുണ്ടാവും. ഒരു പഴയ കാര്യമാണ്. പോലീസും എപ്പോഴും പോലീസ് ജനപ്രീതിയുടെ അടിസ്ഥാനമായി പോലീസിന് പ്രവർത്തിക്കാൻ പറ്റില്ല, വളരെ കൃത്യമായ കാര്യമാണ്. പോലീസിന് എന്തായാലും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടാകും. പക്ഷേ ഇവിടെ കാണുന്നത് ഓരോ സന്ദർഭത്തിലും ചില പ്രത്യേക കേസുകൾ, ഇന്നലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ റിജാസിനെ അതെ അവിടെ കേസെടുക്കുമ്പോൾ അപ്പോൾ അതൊരു ഓപ്പൺ പരിപാടിയാണ്. അപ്പോൾ ഇത്തരം കേസുകളിൽ എന്തുകൊണ്ട് പോലീസ് ഇങ്ങനെ പെരുമാറുന്നു എന്നതിന് കൃത്യമായിട്ട് ഉത്തരം പറയേണ്ടത് CPM ആണ്. ഇത് ഞങ്ങളുടെ പോലീസ് നയമല്ല എങ്കിൽ പിന്നെ ആരുടെ പോലീസ് നയം? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷം ഒച്ചപ്പാട് ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചോ? അവിടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് പോസ്റ്റ് 2014 ഈ IPS കേഡർ എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ കീഴിൽ വരുന്ന ആളുകളാണല്ലോ. അവരിവിടെ ഭരിക്കുമ്പോൾ ഇവിടുത്തെ സർക്കാരിൻ്റെ ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഇവിടുത്തെ സർക്കാരിൻ്റെ കീഴിലാണെങ്കിൽ പോലും അവർക്ക് എപ്പോൾ വേണമെങ്കിൽ കേന്ദ്ര സർവീസിലേക്ക് വേണമെങ്കിൽ അവർക്ക് പോകാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗകര്യം അവരുണ്ട്. അവർ റിപ്പോർട്ട് ചെയ്യുന്നത് കേന്ദ്ര സർവീസിനാണെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനത്തെ ഒരു സൗകര്യമുണ്ടല്ലോ. അപ്പോൾ ഈ പറയുന്ന IPS ഉദ്യോഗസ്ഥർ കേന്ദ്ര താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും അവരെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ സർക്കാരിന് കഴിയാതെ പോവുകയും ഒരവസ്ഥയാണോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ? അല്ല, അത് കേന്ദ്രത്തിൽ BJP വരുന്നതിന് മുമ്പുള്ള IPS ഓഫീസർമാരുടെ കാര്യം നമുക്കറിയാം. അവരിപ്പം BJP-യിൽ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പ്രസ്താവനകൾ കേൾക്കുക. വിരമിച്ച പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും RSSൻ്റെ പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കുന്നു. അപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളത് ഒരു വശം മാത്രമാണ്. ഇനി BJP അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാലും ഇല്ലെങ്കിലും അവരെ നിയന്ത്രിക്കുന്നതിൽ ഒരു ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയാറുണ്ട് നമ്മൾ. ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അതായത് ഭരണകൂടത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ചില ശക്തികൾ നിയന്ത്രിക്കുന്നതിനെയാണ് നമ്മൾ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ KSCക്കാരെ തീവ്രവാദികളെ പോലെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത് കോടതി തന്നെ അതിനെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു വളരെ നിസ്സാരമായ പ്രശ്നമല്ല, അതൊരു തിരഞ്ഞെടുപ്പ് വിഷയവുമല്ല. കാരണം ഇനിയിപ്പോൾ തിരഞ്ഞെടുത്ത് വേറെ UDF വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ തുടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
കാരണം ഇതൊരു സിസ്റ്റമിക് പ്രശ്നമാണ്. ഒരു സിസ്റ്റത്തിൻ്റെ, ഒരു ഭരണകൂടത്തിൻ്റെ എന്ന അർത്ഥത്തില്ല, ഈ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളല്ല, മറിച്ച് അടിസ്ഥാനപരമായ സിസ്റ്റമിക് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. അതിൽ ഈ സംഘപരിവാറിൻ്റെ സ്വാധീനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കോൺഗ്രസ്, CPM അങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ, അല്ലെങ്കിൽ UDF LDF എന്നുള്ള ഒരു വിഭജനത്തിന് അപ്പുറത്തേക്കുള്ള ഒരു വലിയൊരു, നമ്മൾ തന്നെ പറയല, വളരെ വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. അതിൻ്റെ ചില ബഹിസ്ഫുരണങ്ങളാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാവുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ആയില്ല എന്ന് വരും. അപ്പോൾ വേറെ ഏതെങ്കിലും വിഷയങ്ങൾ വരികയാണെങ്കിൽ ചിലപ്പോൾ ഇത് മറന്നു പോകും, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉന്നയിക്കാൻ തയ്യാറാവാത്ത പ്രശ്നങ്ങൾ. പക്ഷേ എന്തായാലും ഇത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോവുക എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യത്ത്, ഇപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹം പാശ്ചാത്യ ലോകത്തിൽ കാണുന്ന സമൂഹം പോലെ ആയിട്ട് മാറിയിട്ടില്ല. നമ്മുടെ പോലീസും അങ്ങനെ ആവില്ല. ഒരു സമൂഹത്തിൽ എങ്ങനെയാണോ അതുപോലെയാണല്ലോ പോലീസിങ് ഉണ്ടാവുക. അപ്പോൾ കേരള പോലീസ് കുറ്റാന്വേഷണ കാര്യത്തിലൊക്കെ വളരെ മിടുക്കരാണ്, അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. അപ്പോൾ പോലീസിൻ്റെ പ്രധാനപ്പെട്ട ജോലി കുറ്റാന്വേഷണമാണെങ്കിലും ഈ ലോ ആൻഡ് ഓർഡർ എന്നുള്ളതും, അല്ലെങ്കിൽ ജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതും ഒരു പ്രശ്നമാണ്. അപ്പോൾ ജനമൈത്രി എന്നുള്ളൊരു സങ്കല്പം വരുന്നുണ്ട്. പലപ്പോഴും ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ എന്ന ബോർഡ് വെച്ച സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇത് ഇതിൻ്റെ ഒരു ഇൻറ്റേർണൽ കോൺട്രഡിക്ഷനെയാണ് കാണിക്കുന്നത്. നമ്മുടെ പോലീസ് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒന്നാവുന്നില്ല എന്ന്, അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവും. അത് നിയമത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം, രാഷ്ട്രീയ പാർട്ടികളുടെ നിയന്ത്രണത്തിൻ്റെ പ്രശ്നമുണ്ടാവാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഇത് ഒരു അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കും. റൈറ്റ്. ഇപ്പം പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടല്ലോ, അതായത് ഇതൊരു ഏതാണ്ടൊരു ഡീപ്പ് സ്റ്റേറ്റ് പോലെ പ്രവർത്തിക്കുന്നു ഈ സിസ്റ്റം. ഈ സിസ്റ്റത്തിനൊരു തകരാറുണ്ട്. അതിനെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ LDF UDF എന്നുള്ള മട്ടിൽ ചിത്രീകരിച്ചുകൊണ്ട് കാര്യമില്ല. ഇതൊരു ആസച്ച് ഒരു പ്രോബ്ലമായി ഐഡൻറ്റിഫൈ ചെയ്ത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമായിട്ട് പ്രശാന്ത് പറയും. പക്ഷേ അത് അങ്ങനെ ആയിരിക്കെ തന്നെ ഇത് ഡയറക്റ്റായിട്ട് പൊളിറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആണ്. ഇങ്ങനൊരു സിസ്റ്റമായിട്ട് അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയമുണ്ട്, ഒരു സംഘപരിവാർ രാഷ്ട്രീയം അതിൻ്റെ പുറകിലുണ്ട് എന്ന് നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്ന് തന്നെ വളരെ എക്സ്പ്ലിസിറ്റാണ്, അല്ലെങ്കിൽ തന്നെ അത് എക്സ്പ്ലിസിറ്റാണ്. അപ്പോൾ ആ രാഷ്ട്രീയം, പക്ഷേ അതിൻ്റെ ഗെയിം ഈ എന്താ പറയുക, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും കളിക്കില്ലേ, അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പ്രതിഫലനം ആദ്യം മനസ്സിലാക്കേണ്ടത് ഭരിക്കുന്ന CPM ആണ്. അവരത് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. പിന്നെ ഇതിനെ കൗണ്ടർ ചെയ്യണമെങ്കിൽ അത് കൗണ്ടർ ചെയ്യേണ്ടത് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസോ UDF ആണ്. അതും നടക്കുന്നില്ലെങ്കിൽ ഈ പോലീസ് കളിക്കുന്ന കളിയുടെ ഗുണം സംഘപരിവാർ ഇച്ഛിക്കുന്ന പോലെ BJPക്ക് കിട്ടുക എന്നുള്ളതായിരിക്കും. തീർച്ചയായിട്ടും. അതായത് പക്ഷേ നമ്മൾ ഈ പറയുന്ന അത്രയും ലളിതമല്ല പോലീസിനകത്തെ കാര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും കേരള പോലീസിനെ സംബന്ധിച്ച് അതിൻ്റെ പീപ്പിൾ സെൻട്രിക്കായ ഒരു പോലീസ് എന്ന നിലയിൽ അതിനെ ഗ്രേഡ് ചെയ്താൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പോലീസ് സംവിധാനങ്ങളിലൊന്ന്. ഇതിൽ അവർ 2ാം സ്ഥാനമോ മറ്റാണ്. ഏറ്റവും ഒടുവിലത്തെ നാഷണൽ സ്റ്റേറ്റ് പോലീസിംഗ് റിപ്പോർട്ടിൽ ലോ ആൻഡ് ഓർഡർ ഇത് വെച്ചിട്ടാണെങ്കിൽ ഇന്ത്യയിൽ 4ാമതോ മറ്റോ. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പാർട്ട്, എഫിഷ്യൻസി പാർട്ട് എന്നത് വേറെയും, ഇതിൻ്റെ പൊളിറ്റിക്കലായ ലോ ആൻഡ് ഓർഡർ പാർട്ട് എന്നത് മറ്റൊന്നുമായിരുന്നു. ഈ ലോ ആൻഡ് ഓർഡർ പാർട്ടിലാണ് രാഷ്ട്രീയം കയറി വരുന്നത്. അത് രാജീവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പോസ്റ്റ് മോഡി സിനാരിയോയിൽ നമുക്കത് കേരളത്തിലെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ ഭരണകക്ഷിയുടെ നയപരമായ വീഴ്ച മാത്രമായി അതിനെ കാണുമ്പോൾ അതിൻ്റെ എല്ലാ വശവും പരിഗണിക്കപ്പെടാതെ പോകും. ഒന്ന്, ഒരു ഫെഡറൽ സംവിധാനത്തെ തന്നെ തകർക്കുന്ന വിധത്തിലുള്ളൊരു നാഷണൽ സുപ്രീമസി അങ്ങനെയുള്ളൊരു ഗവൺമെൻറ് സംവിധാനം നിലനിൽക്കുന്നു. അതിൽ തന്നെ പാർഷ്യൽ അലയൻസ് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് സ്റ്റേറ്റിലേക്കുള്ളത്. ഇപ്പോൾ IPSകാരുടെ കാര്യം പറഞ്ഞാൽ അവർ കേന്ദ്രത്തിൽ നിന്ന് വരുന്നവരും കേന്ദ്രത്തിലേക്ക് തിരിച്ചു പോകേണ്ടവരുമാണ്. അവർ ആ നിലക്ക് തന്നെ ലൈസണിംഗ് ഉള്ളവരുമാണ്. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭരണകാലത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ മാവോയിസ്റ്റ് വേട്ട നടന്നത് എന്ന് പറയാം. വർഗീസിൻ്റെ കൊലയ്ക്ക് ശേഷം 4 പതിറ്റാണ്ട് കഴിഞ്ഞ് കേരളത്തിൻ്റെ കാട്ടിനകത്ത് വെടിയച്ച മുഴങ്ങിയത് പിണറായി വിജയൻ 2014 അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. 5 or 6 തവണ 9 പേര് മരിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും ഒടുവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച സംഭവത്തിൽ 3 പേർ ഒന്നിച്ച് മരിച്ച നിലമ്പൂരല്ലേ, ആ സംഭവത്തിൽ യഥാർത്ഥത്തിൽ അട്ടപ്പാടിയിലെ 3 പേർ മരിച്ച ആ സംഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച്
സംസ്ഥാന പോലീസും സംസ്ഥാന മുഖ്യമന്ത്രിയും പോലും സംസ്ഥാന പൊളിറ്റിക്കൽ നേതൃത്വം, പോലീസ് എന്നല്ല, പൊളിറ്റിക്കൽ നേതൃത്വം വിവരമറിയുന്നത് സംഭവത്തിന് ശേഷമാണ്. ഈ എൻകൗണ്ടർ നടന്ന് ആളുകൾ മരിച്ചതിന് ശേഷമാണ് രാഷ്ട്രീയ നേതൃത്വം വിവരമറിയുന്നത്. പോലീസിൻ്റെ തലപ്പത്ത് വിവരമറിഞ്ഞു, അത് കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു. അമിത്ഷായുടെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായാണ് യഥാർത്ഥത്തിൽ ആ വേട്ട. ആ കാലത്തുടനീളം ഇന്ത്യയിലുടനീളം ഒരുപാട് സീരീസ് ഓഫ് കില്ലിംഗ് നടന്നു. ഈ സംഭവം അറിയുന്നത് പോലും അതിവിടെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റേറ്റ് പൊളിറ്റിക്കൽ അപ്പാരറ്റസ് അത് അറിയുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന പോലെ സ്റ്റേറ്റ് പൊളിറ്റിക്സിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ റൂളിംഗ് പാർട്ടിയുടെ വീഴ്ച എന്ന് പറയുമ്പോൾ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു സ്റ്റേറ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ കൈകാര്യം ചെയ്യാൻ പറ്റാത്തത്ര കുറച്ച് വലിയൊരു കേസാണത്. അത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ കർണാടകയുടെ കാര്യത്തിൽ, കോൺഗ്രസ് നേരിട്ട് ഭരിക്കുന്ന കർണാടകയുടെ കാര്യത്തിലും പോലീസിൻ്റെ കാര്യം വരുമ്പോൾ ഒരു BJPയുടെ വലിയ സ്വാധീനമുണ്ട്. ബംഗാളിലാണ് ഇതിനെ ചെറുത്ത് നിൽക്കുന്ന ഒരു സംഗതിയുള്ളത്. അവിടെ പോലും പോലീസ് പകുതിയോളം അല്ലെങ്കിൽ ഏറിയ കൂറും പോലീസിൻ്റെ ഒരു ആഭിമുഖ്യം കേന്ദ്രത്തിലേക്കും BJPയിലേക്കും നിൽക്കുന്നു. അതിനെ ചെറുത്ത് നിൽക്കാനുള്ള കെൽപ്പിൻ്റെ ഗ്രേഡിൽ വ്യത്യാസമുണ്ട്. അത് മമതാ ബാനർജി പുട്ടപ്പ് ചെയ്യുന്ന ഒരു ഫിയേഴ്സായ ഫേസ് പിണറായി വിജയൻ പുട്ടപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാം. അതിന് പിന്നിലാണ് നിക്ഷിപ്ത താല്പര്യങ്ങൾ ആരോപിക്കപ്പെടുന്നത്. എനിവേ, നിക്ഷിപ്ത താല്പര്യങ്ങൾ സംബന്ധിച്ച് നമുക്ക് തെളിവൊന്നുമില്ല. പക്ഷേ ഈ 9 കൊല്ലത്തെ ഭരണം വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയൻ ഈ പോലീസിനെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് ഏറ്റവും പരാജയപ്പെട്ടത് എന്നത് വളരെ ഒബ്വിയസായി നിലനിൽക്കുന്നു. അതേസമയം ആ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ രാജീവ് നേരത്തെ പറഞ്ഞ പോലെ അതൊരു രാഷ്ട്രീയ പ്രശ്നമായി മുന്നോട്ട് തള്ളിക്കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങളും വലിയ പങ്ക് വഹിക്കുന്നില്ല, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും പങ്ക് വഹിക്കുന്നില്ല. മാധ്യമങ്ങൾ പങ്കുവഹിക്കുന്നില്ല എന്നതിന് ഞാൻ കാര്യമായൊരു തെളിവായി പറയുന്നത്, ഈ കൊല്ലപ്പെട്ട 9 മാവോയിസ്റ്റുകളുടെ കുടുംബങ്ങളിലേക്ക് പോലും കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുവരെ പോയി നോക്കിയിട്ടില്ല. ഇവരാരാണ്, എവിടെ നിന്ന് വന്ന മനുഷ്യരാണ്, യഥാർത്ഥത്തിൽ കൊല്ലപ്പെടുകയായിരുന്നോ അതോ പോലീസ് ഉണ്ടാക്കിയ എൻകൗണ്ടർ ആണോ? ഇങ്ങനെയുള്ള ഒരു കാര്യം നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. അത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോകുമായിരുന്നു. ഈ 9 പേർ കൊല്ലപ്പെട്ടതിന് ശേഷവും ഇവരെവിടെ നിന്ന് വന്നവരാണ് എന്ന് പോലും ഇവിടെ CP ജലീലിൻ്റെ കാര്യം ഒഴിച്ചാൽ ബാക്കി ആരുടെ കാര്യത്തിലും നമുക്ക് കാര്യമായ ധാരണയില്ല. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ട്, പേടിയുടെ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. ആ പേടി തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെയും ഇക്കാര്യത്തിൽ പിന്തിരിപ്പിച്ച് നിർത്തുന്നത്. അതല്ലെങ്കിൽ അതിന് വിധേയപ്പെട്ട് നിൽക്കുകയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ല ഞാൻ ചോദിച്ചത്, അതങ്ങനെ ആയിരിക്കെ തന്നെ ഇതിൻ്റെ സാധാരണ നിലയ്ക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുക എന്ന് പറയുന്നത് പ്രതിപക്ഷത്ത് ഇരിക്കുന്ന പാർട്ടികളായിരിക്കും. പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അവരാണ് ഈ ഇഷ്യൂ റേസ് ചെയ്ത് കൊണ്ടുവരിക. ഇപ്പോൾ പോലും അവർ റേസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്തേക്ക് വന്ന വിവരങ്ങളുടെ പുറകിൽ നിൽക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അത് അവർക്ക് അത്രത്തോളം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് വേറെ ക്വസ്റ്റ്യനാണ്. പക്ഷേ അതവർ ശ്രമിക്കുന്നുണ്ട്. എല്ലാ കാലത്തും ആ പ്രതിപക്ഷം അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ ഫലം പല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 1991-96 കാലഘട്ടത്തിൽ പ്രതിച്ഛായ പ്രശ്നം പറഞ്ഞ കാലത്ത് 96-ലുണ്ടായ തെരഞ്ഞെടുപ്പ് ഫലം നമുക്കറിയാവുന്നതാണ്. അത് ഈ പോലീസിനെതിരായ ആക്ഷേപങ്ങളുടെ കൂടെ ഫലമായിരുന്നു അന്നുണ്ടായ തെരഞ്ഞെടുപ്പ് ഫലം. പക്ഷേ ഇപ്പോൾ അതങ്ങനെ ആ സിനാരിയോ കംപ്ലീറ്റ് മാറുകയും പുതിയൊരു ഫോഴ്സ് എന്നുള്ള നിലയ്ക്ക് BJP എമർജ് ചെയ്യുന്നു എന്നുള്ള തോന്നലുണ്ടാവുകയും ചെയ്യുമ്പോൾ ഈ പോലീസിങ് അല്ലെങ്കിൽ പോലീസിൻ്റെ ആക്ടിവിറ്റീസ് അവർക്ക് വളരാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന മാടായി പറയുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന സിദ്ദിഖ് കാപ്പനെതിരായിട്ടുള്ള കേസാണെങ്കിലും ഈ അജണ്ട വെച്ച് പ്രവർത്തിക്കാൻ പോലീസ് നിൽക്കുമ്പോൾ അതിൻ്റെ ഗുണം BJPക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അത് അരിച്ചിറങ്ങി വരുന്നത് BJPക്ക് അനുകൂലമായിട്ടായിരിക്കും. ഇപ്പോൾ ഈ സിദ്ദിഖ് കാപ്പൻ്റെ കൊച്ചിയിലെ ഫംഗ്ഷൻ്റെ കാര്യത്തിൽ അത് ട്രിഗർ ചെയ്തത് TP സെൻകുമാറാണ്. ഫേസ്ബുക്കിൽ അദ്ദേഹമാണ് ആ പോസ്റ്റർ ആ പരിപാടിയുടെ പോസ്റ്റർ തലേന്നിട്ടിട്ട് നാളെ ഇങ്ങനൊരു കാര്യം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണത് ട്രിഗർ ചെയ്ത് കൊണ്ടുവരുന്നത്. അദ്ദേഹം വിചാരിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ആ പോസ്റ്റിൻ്റെ ഒരു തുടർച്ച പോലെ പിന്നീട് അവിടെ നടപടികൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പരമ്പരയിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും ആവാം. അങ്ങനെ ആവാം. അപ്പോൾ അത് തീർച്ചയായിട്ടും രാജീവ് പറയുന്നത് ഈ പോലീസിലുള്ള ഈ സംഘപരിവാർ സ്വാധീനത്തിൻ്റെ റിസൾട്ട് നേരത്തെ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു 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 സംഗതി നടപ്പാവില്ല എന്ന് നമ്മൾ വിചാരിച്ച സാഹചര്യം മാറുകയും BJPക്കും RSSനും
അവർ ഭരണത്തിലോ അല്ലെങ്കിൽ നിയമസഭാ പ്രാതിനിധ്യത്തിലോ ഇല്ലെങ്കിലും അവർക്ക് പോലീസ് നടത്തിപ്പിൽ വലിയ പങ്കുണ്ട് എന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. സ്വാഭാവികമായും അടിത്തട്ടിൽ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മളിത് മുഖ്യമന്ത്രി രാഷ്ട്രീയമായി ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് നമ്മൾ പറയുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പി ശശി 1996 മുതൽ 2001 വരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന് ആ പരിചയമുണ്ട്, പോലീസിനെ കൈകാര്യം ചെയ്തുള്ള പരിചയമുണ്ട്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കുറച്ച് കഴിഞ്ഞാണെങ്കിലും അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ 96 മുതൽ 98 വരെ മന്ത്രിസഭയിലുണ്ടായിരുന്നു. പിന്നീട് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ച് നമുക്ക് സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. മറ്റു പല കാര്യങ്ങൾ അങ്ങനെ ആയിട്ട് കൂടി ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയപ്പെടുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ അതിൻ്റെ പ്രതിഫലനമാണ് എന്നത് നമ്മൾ വളരെ ലളിതമായിട്ട് അങ്ങനെ ഒരു അസംഷനിലെത്തണം. അല്ല, ഇത് വ്യക്തിപരമായ മികവിൻ്റെയോ മികവില്ലാത്തതിൻ്റെയോ പ്രശ്നമല്ല കാണുന്നത്. അപ്പോൾ നല്ലൊരു ഏബിൾഡ് അഡ്മിനിസ്ട്രേറ്റർ വന്നാൽ ഇതൊക്കെ ഇല്ലാതാവുമെന്നും പറയുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് പോലീസിന് ഇത് അനുവദിച്ചു കൊടുക്കുന്നതാണ് എന്നും ഞാൻ കരുതുന്നില്ല. അതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ പറയുന്ന ഒരു ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളുണ്ട്. ഇപ്പോൾ ലാവ്ലിൻ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു, അതുകൊണ്ട് പോലീസിന് തോന്നിയ പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ള അലിഗേഷൻ. അതുപോലെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അലിഗേഷൻസ്, അത് കോംപ്രമൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ എന്താ പറയുക, ഇവിടെ പോലീസിൻ്റെ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നു, കേന്ദ്ര അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ RSS അനുകൂല നിലപാടെടുക്കാൻ പോലീസിനെ അനുവദിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം. അതുപോലെ ഇപ്പോൾ മാവോയിസ്റ്റുകളുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ അൺഓഡിറ്റഡ് ആയിട്ടുള്ള ഫണ്ട് കിട്ടുന്നതിന് അതൊരു പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളതായിരിക്കും, അതിൻ്റെ പ്രയോജനം എടുക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള അലിഗേഷൻസ് വരുന്നുണ്ട്. അല്ല, ഈ ലാവ്ലിൻ കേസ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതുകൊണ്ട് പിണറായി വിജയൻ BJPക്ക് കിട്ടുന്നത് അതൊക്കെ വളരെ വളരെ വിചിത്രമായിട്ടുള്ള ആരോപണങ്ങളാണ്. കാരണം അത് വാസ്തവത്തിൽ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം കുറക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്നാൽ പിന്നെ ലാവ്ലിൻ കേസ് തീർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലാവ്ലിൻ കേസ് സുപ്രീം കോടതി തള്ളിക്കഴിഞ്ഞാൽ കേരള പോലീസ് നേരെ ആവണ്ടേ? പക്ഷെ അതൊന്നുമല്ല പ്രശ്നം. ഇത് കുറച്ചുകൂടി അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമാണ്. കുറച്ച് മുമ്പ്, അത് കഴിഞ്ഞ സർക്കാരിൻ്റെ ഏതോ കാലത്താണ്, ഒരു പുതിയ DGPയോട് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കേരള പോലീസിൻ്റെ നയം എന്തായിരിക്കും. അപ്പോൾ ഈ സർക്കാരിൻ്റെ പോലീസ് നയം എന്തായിരിക്കും എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം, അങ്ങനെ സർക്കാരിനൊരു പോലീസ് നയമൊന്നും ഉണ്ടാവില്ല. പോലീസിൻ്റെതായ നയം അതാണ്, പോലീസിൻ്റെതായ നയം, സർക്കാരിൻ്റെതായ നയം. അതായത് ഇവർ ഐഡിയൽ സിറ്റുവേഷനാണ് പറയുന്നത്. അതായത് പോലീസിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ പൊളിറ്റിക്സ് ഇടപെടുന്നില്ല, ഗവൺമെൻറ് അതിൻ്റെ രീതിയിൽ പോകുന്നു, പോലീസ് അതിൻ്റെ സ്വതന്ത്രമായി ചലിക്കുന്നു എന്നുള്ളതാണ്. അത് 2014 മുമ്പുള്ള ഇന്ത്യൻ സിറ്റുവേഷനാണ്. ഇപ്പോഴും എല്ലാവരെയും നിയന്ത്രിക്കുന്നത് ഭരണകൂടമാണല്ലോ. ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, എല്ലാവിധ ഭരണഘടനാ സ്ഥാപനങ്ങളെയും നിർണ്ണയിക്കുന്നത് രാഷ്ട്രീയമാണെങ്കിൽ ആ രാഷ്ട്രീയം കേരളത്തിലും ഉണ്ടാവും. അപ്പം അത് മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഇത്, അപ്പോൾ CPM അധികാരത്തിൽ വന്നാൽ പോലീസിനെതിരെ പരാതി വരാറുണ്ട്. അത് സെൽ ഭരണം എന്നാണ് പണ്ട്, കമ്മ്യൂണിസ്റ്റ് ഭരണം ഉള്ള സെൽ ഭരണം എന്ന് പറയും. പാർട്ടി പറയുന്നതനുസരിച്ച് പോലീസ് പ്രവർത്തിക്കുന്നു. പാർട്ടി സഖാക്കന്മാർക്ക് പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക സ്ഥാനം. പക്ഷേ ആ പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഇപ്പോൾ പോലീസിനെതിരെ പരാതി പറയുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞ പോലീസിൻ്റെ രാഷ്ട്രീയവൽക്കരണം എന്ന് നമ്മൾ പറയുന്നതും ഇന്ന് കാണുന്ന രാഷ്ട്രീയവൽക്കരണം രണ്ടാണ്. അതിൻ്റെ ഗ്രേഡ് വ്യത്യാസമാണ്. അടിയന്തരാവസ്ഥയിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയവൽക്കരണം. നമ്മൾ കണ്ടിട്ടുണ്ട് കോൺഗ്രസിൻ്റെ വലിയ രീതിയിൽ പോലീസിനെ ഉപയോഗിക്കുകയും അത് വലിയ രീതിയിൽ ഉത്തരേന്ത്യയിലൊക്കെ തിരിച്ചടികൾ ഉണ്ടാവുകയും കേരളത്തിൽ അവർ തന്നെ ഭരിക്കുകയും ചെയ്തൊരവസ്ഥ വന്നു. അപ്പോൾ അടിയന്തരാവസ്ഥക്കാലത്ത് അതിഭീകരമായിട്ട് മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട്, പോലീസിനെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഇരയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം. പക്ഷെ അന്ന് പോലീസിനെ ഉപയോഗിച്ചതും ഇന്ന് ഉപയോഗിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് താൽക്കാലികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പോലീസിനെ ഉപയോഗിക്കുന്നു. ഇന്ന് അതല്ല. ഇന്ന് വലിയൊരു ഐഡിയോളജിക്കലി ബേസ് ഉണ്ട്. പണ്ട് ചിലപ്പോൾ അത് പുലിക്കോടൻ നാരായണൻ കോൺഗ്രസ്സുകാരനാണെന്നില്ല, അല്ലെങ്കിൽ ജയറാം പണിക്കൽ കോൺഗ്രസ്സുകാരനാണെന്നില്ല.
അപ്പോൾ പക്ഷേ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരം പോലീസുകാരുടെ ഐഡിയോളജി അല്ലെങ്കിൽ അവർ അറിഞ്ഞോ അറിയാതെയോ ഇംബൈബ് ചെയ്യുന്ന ഐഡിയോളജി അതാണ്. അതുകൊണ്ടാണ് ഒരു പ്രത്യേക തരം കേസ് വരുമ്പോൾ അത് രാജ്യദ്രോഹമാണെന്ന് അവർക്ക് ആരും പറയേണ്ട ആവശ്യമില്ല. BJP നേതാവ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടല്ല കേസെടുക്കുന്നത്, അല്ലെങ്കിൽ RSS നേതാവ് ഇത് രാജ്യദ്രോഹമാണ് എന്ന് പറഞ്ഞിട്ടല്ല, മറിച്ച് പോലീസ് രാജ്യദ്രോഹമാണെന്ന് പറയുകയും പിന്നെ BJP ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അതായത് പഴയതുപോലുള്ള ഒരു രാഷ്ട്രീയവൽക്കരണമല്ല ഇവിടെ നടക്കുന്നത്. ഇത് വളരെ വളരെ അടിത്തട്ടിലുള്ള ഒരു വളരെ എന്താ പറയുക, ഒരു ഓൾ എൻകംപാസിങ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയവൽക്കരണം. അതുകൊണ്ട് ഒരു പ്രത്യേക കേസ് ഇങ്ങനെ FIR എഴുതണം, അതാണ് ശരി എന്ന് പോലീസുകാരന് തോന്നുന്നത് ആ രാഷ്ട്രീയ അവസ്ഥയിലാണ്. അത് CPM ഭരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് KK രാഗേഷിന് പറയേണ്ടി വന്നത് തലയ്ക്ക് വെളിവില്ലാത്ത പോലീസുകാരൻ. പക്ഷേ അയാൾക്ക് നല്ല വെളിവുണ്ട് എന്നുള്ളതാണ്. അയാൾ ജീവിക്കുന്നത് ഈ ഒരു പ്രത്യയശാസ്ത്രത്തിനകത്ത് ഉള്ളത് കൊണ്ടാണ് ഒരു പ്രത്യേക കേസ് രാജ്യദ്രോഹമാണ് എന്നയാൾക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഇത് LDFോ UDFിൻ്റെയോ തമ്മിലുള്ള പ്രശ്നമായി കാണാതെ, അല്ലെങ്കിൽ പണ്ടെപ്പോഴോ നടന്നിട്ടുള്ള പോലീസിൻ്റെ രാഷ്ട്രീയവൽക്കരണം എന്നുള്ള അതുമായി സമീകരിക്കാതെ നമ്മൾ നേരിടുന്നത് ഒരു പുതിയ രീതിയിലുള്ള രാഷ്ട്രീയവൽക്കരണമാണ്. അത് വളരെ വളരെ അപകടകരമായ രാഷ്ട്രീയവൽക്കരണമാണ്. മറ്റേത് ആ ഗവൺമെൻറ് പോയി കഴിഞ്ഞാൽ അത് തീരും. ഇത് ഏത് ഗവൺമെൻറ് പോയി കഴിഞ്ഞാലും ഇത് തുടരും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ അത് കുറെ കൂടെ ഡീപ്പറായിട്ടുള്ള പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പാകത്തിലാണ് പോലീസിൻ്റെ പ്രവർത്തനം എന്ന് നമ്മൾ പറയണ്ടേ? തീർച്ചയായും. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഈ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ ഉണ്ടാവുമല്ലോ. ഡെഫിനറ്റ്ലി അത് അടുത്ത തെരഞ്ഞെടുപ്പിലും സ്വാധീനിക്കുമല്ലോ. തീർച്ചയായും. ഒരുപക്ഷെ ജനങ്ങൾ കാണുന്നത് പോലീസ് ഭരണം എന്നുള്ളത് പിണറായി വിജയൻ്റെ പരാജയമായിട്ട് തന്നെ കാണും. തീർച്ചയായിട്ടും നമ്മൾ കാണുന്നത് ഈ ഓരോ ഇൻസിഡൻ്റായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു കസ്റ്റഡി മർദ്ദനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് പോലീസിൻ്റെ പരാജയമായിട്ട് അത് തിരിയുക ഗവൺമെൻറ്റിനെതിരെയാണ്. അപ്പോൾ ഇന്ന് നടക്കുന്ന ഓരോ സംഭവങ്ങളും ഗവൺമെൻറ്റിനെതിരെ തിരിയും. ഇപ്പം പോലീസ് ഒരു പ്രത്യേക കേസിൽ RSSന് അനുകൂലമായിട്ട് നിലപാടെടുത്താലും അത് നെഗറ്റീവായി ബാധിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയാണ്. ഈ തിരിച്ചറിവ് എന്ന് ഗവൺമെൻറ്റിന് ഉണ്ടാകുന്നോ അപ്പോഴും മാത്രം. അപ്പോൾ ഈ നാടായിപ്പാറയിലെ ഇങ്ങനെ FIR ഇട്ട പോലീസുകാരനെ ഇമ്മീഡിയറ്റ്ലി സസ്പെൻഡ് ചെയ്യണം. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം വളരെ വരുമല്ലോ. എന്തുകൊണ്ട് നമ്മുടെ ഇടതുപക്ഷ മുന്നണിയുടെ രാഷ്ട്രീയ നയം നടപ്പിലാക്കാത്ത പോലീസിനെ എന്തുകൊണ്ട് പോലീസിൽ തുടരാൻ അനുവദിക്കുന്നു? ഇപ്പോൾ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ ലൈനല്ല. പക്ഷെ അത് ചെയ്ത പോലീസുകാരൻ എന്ത് ചെയ്യുന്നു? സർവീസിൽ തുടരുന്നു, മാത്രമല്ല മെഡലുകൾ കിട്ടുന്നു. അന്വേഷണം പോലും നേരിടുന്നില്ല. അതേക്കുറിച്ച് ഒരു മജിസ്ട്രിയൽ എൻക്വയറി മാത്രമാണ് ഉണ്ടായത്. ഏത് അസ്വാഭാവിക മരണത്തിൽ നടക്കുന്നത് അത് പിന്നെ സുപ്രീം കോടതി നിർദ്ദേശം കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് ഇറോഡ് ചെയ്യപ്പെടുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഐഡിയോളജിയാണ്. അത് എത്രമാത്രം ഇതിനോട് ഏറ്റുമുട്ടി നിൽക്കാൻ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പറ്റും എന്നൊരു പ്രശ്നം കൂടി ഇല്ലേ? അപ്പോൾ ഇത് നമ്മുടെ സ്റ്റേറ്റ് ഇപ്പോൾ ഭരണത്തിൽ തുടരാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണത്തിൽ തുടരുക എന്നുള്ളത്. ഭരണം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഒരു കോർ ഐഡിയോളജി നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ട് ഭരണത്തിൽ തുടർന്നിട്ടെന്താ കാര്യം? അപ്പോൾ ഇങ്ങനെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്ന പേരിൽ നാമമാത്രമായിട്ട് തുടർന്ന് കഴിഞ്ഞ് എന്നുകൊണ്ട് വലിയ കാര്യം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഇപ്പം ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മുടെ ഫെഡറൽ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഒരു ഭംഗി വാക്കാണ്. അടിസ്ഥാനപരമായിട്ട് എ ഫെഡറൽ സിസ്റ്റം വിത്ത് എ സ്ട്രോങ് യൂണിറ്ററി ലീനിങ്സ് ആണ്. അവിടെ കേന്ദ്രത്തിൽ വരുന്നത് സർക്കാരിന്, പോലീസിനെ മാത്രമല്ല, നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ, വിദ്യാഭ്യാസ കാര്യങ്ങൾ നമുക്കൊക്കെ വളരെ കൃത്യമായി കാണുമ്പോൾ ഇപ്പോൾ നമ്മുടെ സെനറ്റുകളിൽ, സിൻഡിക്കേറ്റുകളിലൊക്കെ BJPക്കാർ വരികയാണ്. വൈസ് ചാൻസലർമാരാരും നിയമിക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഡിഫെൻസ്ലെസ് ആണെന്ന് പറയുന്നു, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു.
ആ ഒരു ഒരു നിസ്സഹായ അവസ്ഥയിൽ തുടരുകയാണെങ്കിൽ അങ്ങനെ ഒരു ഭരണത്തിൽ തുടരുന്നത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ബഷീർ, ഇവിടെ ഈ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഞാനത് ഈ പ്രതിപക്ഷമായി റിലേറ്റ് ചെയ്ത കാര്യം കൂടി ചോദിക്കണമല്ലോ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ സത്യത്തിൽ അതിൻ്റെ ഒരു ഡെപ്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ടോ? ഭരിക്കുന്നവർ മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, പ്രതിപക്ഷവും. ഞാനതിൽ ഇക്കഴിഞ്ഞ ടേമിന് മുമ്പുള്ള ഈ കാലം, അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഒരു വർഷത്തെ 2021 തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അന്തരീക്ഷം രാജീവ് ഓർക്കുന്നുണ്ടോ? കേന്ദ്രത്തിൽ നിന്ന് 5-8 ഏജൻസികൾ കേരളത്തിലേക്ക് ഒരു കേസിൻ്റെ പുറത്ത്. ആ കേസിൻ്റെ മെറിറ്റിനെ കുറിച്ച് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ആ കേസിൽ ചില ആളുകൾ പോയി പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം ചെറിയ തോതിൽ. പക്ഷേ ഈ 7-8 അന്വേഷണ ഏജൻസികൾ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്ന ഒരു സർക്കാരിനെ ടാർഗറ്റ് ചെയ്ത് പിടിക്കാൻ വേണ്ടി മാസങ്ങളോളം ഈവൻ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് വരെ വന്നു, കേരളത്തിൽ വന്ന് തമ്പടിച്ചു. 6-7 മാസം മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചു. മാധ്യമങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും എന്ന വിധത്തിൽ വാർത്തകൾ ഹെഡ്ലൈൻ ഇട്ട് കൊടുത്തു. ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഭാഗം നമുക്കതറിയാം ആ കാലത്ത് എന്താണ് സംഭവിച്ചതെന്ന്. അങ്ങനെ ടാർഗറ്റ് ചെയ്തത് കേന്ദ്രത്തിലെ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചാണ്, എൻഫോഴ്സ്മെൻറ്റ് സംവിധാനത്തെ ഉപയോഗിച്ചാണ് അന്ന് ആ ടാർഗറ്റിംഗ് നടന്നത്. അതിനോട് അന്ന് ഇവിടുന്നുണ്ടായ റെസ്പോൺസ് ഈ പൊളിറ്റിക്കലാണ് എന്ന് തോന്നുന്നുണ്ടോ? അതൊരു ഫെഡറൽ വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന വിധത്തിലായിരുന്നു അത്. അതിനെ യഥാർത്ഥത്തിൽ കേരളം ഒന്നാകെ എതിർക്കേണ്ടതായിരുന്നു. ഇത് നടന്നില്ല. കേരളത്തിലെ പോലീസിൻ്റെ കാര്യത്തിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ പിണറായി വിജയൻ്റെ വീഴ്ച എന്ന് പറയുന്നത്, ഒരു ഭരണാധികാരി എന്ന നിലയിൽ, സ്റ്റേറ്റ് തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ, ഇത് കൈയാളുന്ന വകുപ്പിൻ്റെ മന്ത്രി ആയ മുഖ്യമന്ത്രി എന്ന നിലയിൽ നമുക്ക് ഡയറക്റ്റായി അക്യൂസ് ചെയ്യാനുള്ളത് അദ്ദേഹത്തെ തന്നെയാണ്. പക്ഷേ ലാർജർ പിക്ചർ കാണുമ്പോൾ പ്രശാന്ത് ഇവിടെ പറഞ്ഞ ഇതിൽ കേരളത്തിൻ്റെ പൊതുവായ ഒരു രാഷ്ട്രീയമായ ചെറുത്തുനിൽപ്പ് ഇതിനെതിരെ ഉണ്ടായാൽ മാത്രമേ, പക്ഷെ അത്രമാത്രം അജൈലായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല അതിനെയൊന്നും കാണാത്ത വിധത്തിൽ, കണ്ണിൽപ്പെടാത്ത വിധത്തിൽ ചെറിയ ചെറിയ ക്ഷുദ്രമായ കാര്യങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ചുരുക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫെഡറലിസത്തിന് നേരെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ കയ്യേറ്റങ്ങളെ CPM പോലും ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അവരും പോകുന്നത് ഇവിടെ കമ്മ്യൂണലി പോളറൈസ്ഡായ ഒരു വോട്ട് ബാങ്കിനെ എങ്ങനെ പിടിക്കാം എന്നതിലേക്കാണ്, അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്നതിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഈ സീരീസിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ട്രാൻസിഷൻ നടക്കുന്ന കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം അതിൻ്റെ ഏറ്റവും പെരിഫറലായ, ഏറ്റവും മേലെയുള്ള പദം മാത്രമാണ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ചർച്ചക്കെടുക്കുന്നത്. അതിന് താഴെയുള്ള കാര്യങ്ങൾ കാര്യം ചോദിച്ചിട്ട്, ഇപ്പോൾ മുൻകാലത്ത് ഇപ്പോൾ നേരത്തെ പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചല്ലോ, ഇപ്പോൾ ഭരണത്തിലിരിക്കുക എന്നുള്ളത് പ്രധാനമാണെങ്കിൽ കൂടി ഒരു കോർ ഐഡിയോളജി എന്ന് പറയുന്നൊരു സംഗതി അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഭരണത്തിലിരിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ആത്മഹത്യാപരമാണ് എന്ന് പ്രശാന്ത് നേരത്തെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? ഈ ഭരണത്തിൽ ത്യജിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ലല്ലോ. ഒരു ഭരണം, ഒരു സർക്കാർ, ഞങ്ങൾക്ക് കേന്ദ്രം വേണ്ട, നയപരമായി കേന്ദ്രവുമായിട്ട് പ്രശ്നമുണ്ട് എന്നതുകൊണ്ട് ഭരണം ത്യജിക്കാൻ പറ്റില്ല. രാഷ്ട്രീയമായി അതിനെ നേരിടുക, ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, അടുത്ത ഇലക്ഷൻ വിൻ ചെയ്യുക, മാൻഡേറ്റ് ഉണ്ടാക്കുക, ഇതല്ലേ ചെയ്യാനുള്ളൂ. അത് അവിടെ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. മുൻകാലങ്ങളിൽ ഈ പറയുന്ന എന്താ പറയുക, ഉപരിപ്ലവമായ കാര്യങ്ങൾക്ക് പുറത്ത് കുറേ കൂടെ ഡീപ്പറായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതേക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ ശ്രമിച്ചിരുന്നു. ആ പാർട്ട് ഇപ്പോൾ തീരെ ഇല്ലാതാവുകയും വളരെ എന്താ പറയുക, ഇമ്മീഡിയറ്റ് ആയിട്ട് ജനങ്ങളെ സ്വാധീനിക്കാനിടയുള്ള ചില ചെറിയ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയും ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്ത് നിർത്തുകയും ചെയ്യുക. അത് ഈ മൊത്തത്തിൽ ഇപ്പോൾ പ്രശാന്ത് സൂചിപ്പിച്ചൊരു അന്തരീക്ഷം ഉണ്ടല്ലോ, പോലീസുകാർക്ക് ഈ കേസ് ഇങ്ങനെ എടുത്താൽ മതി എന്ന് തോന്നുന്നൊരു അന്തരീക്ഷം ഉണ്ടല്ലോ, ആ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനും അത് തുടർന്നുകൊണ്ട് പോകാനും വളരെ സഹായകമാവുകയാണല്ലോ. അല്ല, അതിൽ ഇതാണ് ഒന്ന് ഒരു ഇലക്ഷൻ വിൻ ചെയ്യുക എന്നത് മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉദ്ദേശം, അല്ലെങ്കിൽ അത് മാത്രമാവരുത്. ജനങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കുക എന്ന ഒരു പർപ്പസ് കൂടി ഉണ്ട്. ആ പാർട്ടിയിൽ നമ്മളുടെ മുൻ നേതാക്കന്മാർ, നേരത്തെ ഉണ്ടായിരുന്ന നേതാക്കന്മാർ രാഷ്ട്രീയം, ഒരു ബഹുജനത്തെ രാഷ്ട്രീയം പറഞ്ഞ് പഠിപ്പിക്കുന്നതിൽ ഇന്നത്തെ നേതാക്കന്മാരെക്കാൾ കുറേ കൂടി വലിയ പങ്ക് വഹിച്ചിരുന്നു. ഇപ്പോൾ ഇപ്പോൾ നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്റ്റേറ്റ് ലെവലിലുള്ള ലീഡേഴ്സാണെങ്കിലും നാഷണൽ ലെവലിലുള്ള ലീഡേഴ്സാണെങ്കിലും
ജനങ്ങളെ രാഷ്ട്രീയം പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല കേരളത്തിൽ. മറിച്ച് തൊട്ട് മുമ്പിലുള്ള ഇലക്ഷനെ ലക്ഷ്യമിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ മുഴുകിയിരിക്കുകയാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ വളരെ മുമ്പ് ആണെങ്കിൽ നമുക്ക് EMSൻ്റെ കാര്യം പറയാം. EMS ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് അവതരിപ്പിക്കും, അതല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു പേഴ്സ്പെക്റ്റീവ് അവതരിപ്പിക്കും. അത് വെറും പെരിഫറലായിരിക്കില്ലായിരുന്നു. ഈ അത്തരത്തിലുള്ള നേതാക്കന്മാരേ ഇല്ല. ഏതെങ്കിലും തരത്തിൽ ഇതിനെ തിയറൈസ് ചെയ്ത് മുന്നോട്ട് വെക്കുന്ന, ഇതിലൊരു പേഴ്സ്പെക്റ്റീവ് അവതരിപ്പിക്കുന്ന, രാഷ്ട്രീയ പരിപ്രേക്ഷ്യം ഇതാണ് എന്ന് ജനങ്ങളോട് പറയുന്ന, അടിത്തട്ടിൽ അത്തരത്തിലുള്ള ചർച്ച കൂടി ട്രിഗർ ചെയ്യുന്ന പരിപാടി നടക്കുന്നില്ല. പകരം മുന്നിൽ എത്തിപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളിൽ നെഗോഷിയേറ്റ് ചെയ്ത് പോവുക, രക്ഷപ്പെട്ടു പോവുക എന്ന ഒരു വഴി മാത്രമാണ് രാഷ്ട്രീയ നേതൃത്വം എടുക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും അടിസ്ഥാന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇഗ്നോർ ചെയ്യപ്പെടുകയും ഏറ്റവും മേലെ തട്ടിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് മുന്നിൽ വെച്ച് തമ്മിലടിക്കുകയും ചെയ്യുന്നു എന്ന സിനാരിയോയിലേക്ക് വന്നിരിക്കുന്നു. ഇതിൻ്റെ അപകടം എന്ന് പറയുന്നത് നാം ഇവിടെ പൊതുവായി ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ സംഭവിക്കില്ല എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ട്രാൻസിഷൻ അടിത്തട്ടിൽ ചിലപ്പം സംഭവിക്കുന്നുണ്ടാകാം. അത് തെരഞ്ഞെടുപ്പിൽ പോലും റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. റൈറ്റ്. ഈ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു പൊളിറ്റിക്കൽ ഫോളോ ഔട്ട് ഉണ്ടാക്കും എന്നുള്ള കാര്യം ഡെഫിനറ്റ് ആണല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പിനെതിരായ തുടരുന്ന വിമർശനങ്ങൾ, എനിക്ക് തോന്നുന്നു ആദ്യത്തെ ടേമിലുണ്ടായിരുന്ന അത്രയും ഗുരുതരമായ ആക്ഷേപങ്ങൾ ഒരുപക്ഷെ രണ്ടാമത്തെ ടേമിൽ ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ കസ്റ്റഡി മരണങ്ങൾ, അതുപോലെ ജിഷ്ണു പ്രണോയിയുടെ അമ്മ അവിടെ DGP ഓഫീസിന് മുമ്പിൽ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന കയ്യേറ്റ ശ്രമം, മാവോയിസ്റ്റ് വേട്ടകൾ, ഇതൊന്നും സെക്കൻഡ് ടേമിൽ നമ്മൾ അത്രയൊന്നും കാണുന്നില്ല. സെക്കൻഡ് ടേമിൽ ഇപ്പോൾ വന്ന കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. എന്താണെങ്കിൽ പോലും ആഭ്യന്തര വകുപ്പിനെതിരെ വരുന്നങ്ങൾ അത് മുഖ്യമന്ത്രിക്കെതിരെയാണ്. മുഖ്യമന്ത്രിയാണ് ഇടതുമുന്നണിയെ നയിക്കുന്നത്, CPMനെ നയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അത് എൻകാഷ് ചെയ്യാൻ UDFന് പറ്റുന്നുണ്ടോ? അതിന് ത്രാണിയുണ്ടോ? അതോ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഇടതുപക്ഷം ശരിയായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന വിഷയങ്ങളിൽ അവർ പെട്ടുപോകുമോ? ഈ കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ചാണെങ്കിൽ അവർക്കിടെ പോലീസ് നയം എന്താണെന്നുള്ളത് അതൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പം CPMൻ്റെ നയത്തെക്കുറിച്ച് നമുക്കറിയാം, BJPയുടെ നയം എന്താണെന്നറിയാം. ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് കോൺഗ്രസിൻ്റെ നയം എന്താണെന്നുള്ളതാണ്. കോൺഗ്രസ്സാണ് ഈ മാവോയിസ്റ്റ് വേട്ട എന്നത് തുടങ്ങി വെച്ചത്. ഓപ്പറേഷൻ സിസ്റ്റമാറ്റിക് ആക്കിയത് കോൺഗ്രസ് ആണെന്ന് പറയാം. ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട്. അപ്പോൾ സൽവാജുദം എന്ന് പറഞ്ഞിട്ട് ട്രൈബലുകൾ, ആദിവാസികളെ ആയുധമണിയിച്ച് തമ്മിലേറ്റുമുട്ടിച്ചത് നേതൃത്വം കൊടുത്തത് മഹേന്ദ്ര കർമ്മ എന്നൊരു കോൺഗ്രസ്സുകാരനാണ്. ചിദംബരമാണ് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഈ സമയത്താണ് ഈ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് അറിയത്. കേരളത്തിൽ നമുക്ക് നോക്കാം. കേരളത്തിൽ കരുണാകരൻ്റെ കാലത്താണ് ഈ നമ്മൾ പറയുന്ന രീതിയിലുള്ള പോലീസ് അതിക്രമം വളരെ ഉണ്ടായത്. അപ്പോൾ ഇതിന് പോലീസ് അതിക്രമത്തെക്കുറിച്ചിട്ട് പറയുമ്പോൾ അവർ പറയേണ്ടത് ഞങ്ങളുടെ പോലീസ് നയം എന്താണെന്നിരിക്കണം. അതിനൊരു മോഡൽ ഉണ്ടാവണം. വെറുതെ CPMനെ ചീത്ത പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ. ഇപ്പോൾ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2001-2006 AK ആന്റണി സർക്കാരിൻ്റെ കാലത്ത് ആദ്യം AK ആന്റണി മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയുമായിരുന്ന സമയത്ത് പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വലിയ വിമർശനങ്ങളെന്ന് പോലീസിനെതിരെ വരുന്നിട്ട് പോലും AK ആന്റണി പോലീസിന് പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിഭീകരമായിട്ടുള്ള വിമർശനമാണ് ആന്റണിക്ക് ഉണ്ടായത്. 2011 മുതൽ 2016 വരെയുള്ള കാലം എടുത്തു കഴിഞ്ഞാൽ അന്നും 4-5 കസ്റ്റഡി മരണങ്ങളുണ്ട്. സമ്പത്ത് കേസ് എന്നുള്ള കുപ്രസിദ്ധമായ കേസുണ്ടായത് അന്നാണ്. അതുപോലെ 2 ദളിത് യുവാക്കൾ പോലീസ് കസ്റ്റഡിയിൽ പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം വീട്ടിൽ ചെന്ന് ആത്മഹത്യ ചെയ്തത് ആ കാലത്താണ്. നിരവധിയായ പ്രശ്നങ്ങൾ അന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ നോക്കിയാൽ വലിയ മാറ്റമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഗിവൺ ടൈമിൽ ഇതിനെ ക്യാഷ് ചെയ്യുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഇത് നിലവിലുള്ള ഒരു അവസ്ഥയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുള്ളത്. അതിന് ബദൽ പറയുക എന്നുള്ളതല്ല പറയുന്നത്. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ഹോളിയർ ദാൻ ദൗ അപ്രോച്ച് കോൺഗ്രസ്സിന് എന്തായാലും എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങളതിനെ എതിർക്കുന്നു എന്ന് മാത്രമല്ലാതെ വലിയൊരു മോറൽ ഹൈ ഗ്രൗണ്ടൊന്നും പോലീസിന് എടുക്കാനും കോൺഗ്രസ്സിന് എടുക്കാനും പറ്റില്ല. അവരങ്ങനെ എടുക്കാറില്ല. ഒരു കസ്റ്റഡി മരണം നടക്കുമ്പോൾ അവിടെ പോയി പ്രതിഷേധിക്കുന്നു. എന്നാൽ എന്തിനാണ് അവർ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ന് ഒരാളെ മർദ്ദിച്ചതിന് എതിർക്കുന്നു, അല്ലാതെ പോലീസിൻ്റെ മൊത്തത്തിലുള്ള ഒരു RSS വൽക്കരണത്തെക്കുറിച്ചോ അതിനൊന്നും അവർ കൺസേൺ അല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വിചാരിച്ചാൽ ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇമ്മീഡിയറ്റ് പൊളിറ്റിക്സിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു കസ്റ്റഡി മരണം ജനങ്ങളിൽ ഉണ്ടാക്കിയ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ഒരു ശ്രമവും ഉണ്ടായിരിക്കാം. അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ നേരത്തെ ബഷീർ പറഞ്ഞ സംഭവം നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം കേന്ദ്രം അങ്ങനെയാണുള്ളത്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഇക്കണോമിക് പോളിസീസ്, ഇതാണ് കേന്ദ്രത്തിൻ്റെ ഇക്കണോമിക് പോളിസി. ഞങ്ങളുടെ വേറെ പോളിസിയാണ്. വളരെ കൃത്യമായിട്ട് CPM പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നയം ഇത്, അതായത് ഒരു ഫെഡറൽ സംവിധാനത്തിനുള്ളിൽ കേന്ദ്രത്തിൻ്റെ ഒരു നയം ഉണ്ടായിരിക്കെ തന്നെ അതിൽ നിന്ന് കുതറി മാറിയിട്ട് ഞങ്ങളുടേതായിട്ടുള്ള ഒരു ഇക്കണോമിക് പോളിസി അത് എത്രമാത്രം സ്വാധീനിക്കുന്നതല്ല, പ്രായോഗികമാകുന്നത് വേറെ കാര്യം, നടപ്പാക്കുന്നു വേറെ കാര്യം. രണ്ടാമത് ഗവൺമെൻറ്റിൻ്റെ എഡ്യൂക്കേഷണൽ പോളിസി. അവിടെ നിന്ന് NCERT തിരുത്തുമ്പോൾ ഇവിടുന്ന് ശിവൻകുട്ടി തിരുത്തും. അത് ഞങ്ങളുടെ പോളിസി അല്ല, ഫണ്ട് നിഷേധിക്കാൻ പോലും ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് എക്കണോമിക് പോളിസിയുടെ കാര്യത്തിലായാലും എഡ്യൂക്കേഷണൽ പോളിസിയുടെ കാര്യത്തിലും കറക്ഷണൽ മെത്തേഡ് എടുക്കുന്നുണ്ട്. ഈ പോലീസ് പോളിസിയുടെ കാര്യത്തിൽ എന്താ, ആരോഗ്യ മേഖലയിലുണ്ട്. മിനിമം അത് പറ്റില്ല എന്ന് പറയാനെങ്കിലും. അതെ, അത് ഞങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു നയമുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പോലീസിൻ്റെ കാര്യത്തിൽ അത് മറ്റത് പോളിസി സെൻട്രിക്കായ കാര്യങ്ങളാണ്. ഇത് ആക്ഷൻ സെൻട്രിക് ആണ്. പോലീസിങ് ഡേ ടു ഡേ ആണ്. അല്ല, ഇപ്പോൾ ഈ വെടിവെച്ച് കൊല്ലുക എന്നത് ഞങ്ങളുടെ പോളിസിയല്ല, CPM പോളിസിയല്ല. കാരണം അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. UAPA കഴിഞ്ഞ ഏറ്റുമുട്ടൽ കൊലകൾക്കെതിരെ CPM ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റിന് നിവേദനം കൊടുത്ത പാർട്ടിയാണ്. പിന്നെ ഈ UAPA കുറിച്ച് കഴിഞ്ഞ ഇലക്ഷനിൽ, പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പുള്ള അവരുടെ മാനിഫെസ്റ്റോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് UAPA എന്നുള്ള ഡ്രാക്കോണിയൻ നിയമം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പോലീസ് UAPA എടുക്കുന്നു. ഈ എടുക്കുന്ന പോളിസി ഞങ്ങളുടെ പോളിസി അല്ല ഇതെന്ന് പറയണ്ടേ. ഇക്കണോമിക് പോളിസിയുടെ കാര്യത്തിൽ അത് ഞങ്ങളുടെ പോളിസി അല്ല എന്ന് പറയുന്നുള്ളൂ. ഈ എഡ്യൂക്കേഷണൽ പോളിസി, ഹെൽത്ത് പോളിസി, ഇതിലൊക്കെയും സംഘപരിവാറിൽ നിന്ന് വ്യതിരിക്തമായ നയമുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്ന CPM ഭരണകൂടത്തിന് എന്തുകൊണ്ട് പോലീസ് നയത്തിൽ ഞങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് വ്യത്യസ്തമായ നയം ഉണ്ട് എന്ന് പറയാൻ കഴിയും? ഇവിടെയാണ് ഏറ്റവും ക്രക്സ് എന്നുള്ളത്. അതാണ് പറയുന്നത്. ഈ പോലീസിൻ്റെ കാര്യത്തിൽ മാത്രമേ ആരോപണം വരുന്നുള്ളൂ. ഇപ്പം ഈ എഡ്യൂക്കേഷണൽ പോളിസിയുടെ കാര്യത്തിൽ ആരും പറയുന്നില്ല, പിണറായി വിജയൻ മോഡിയുടെ പഠിക്കുകയാണെന്നും പറയുന്നില്ല. പോലീസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മാത്രമാണ് ഈ വ്യത്യസ്തമായ ഒരു സമീപനം CPM നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റിന് ഉണ്ട് എന്ന് പറയാനുള്ള ശ്രമമെങ്കിലും ഉണ്ടാവണം. അതായത് ഒരു കേസിൽ ഒരു തീവ്രവാദ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരുപാട് കേസ്, ഇന്നിപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്തോ ഒരു നാദാപുരത്ത് ഒരു FIRൻ്റെ എന്തോ ഒരു പ്രശ്നം വന്നു. ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ മാടായിപ്പാറ കേസിൽ തന്നെ പലസ്തീന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അത് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് നമുക്കറിയാലോ, വളരെ പെട്ടെന്ന് തിരുത്താവുന്നതാണ്. ഗവൺമെൻറ്റിന് ഇടപെട്ട് തിരുത്താവുന്നതാണ്. കാരണം അത് അങ്ങനെയല്ല എന്ന് പറയാം. അത് ഏതുപോലെ NCERTയിൽ മുഗളന്മാരെക്കുറിച്ച് ഉള്ള ഭാഗം വെട്ടിക്കളയുമ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ പോളിസി ഇതല്ല എന്ന് പറയാനുള്ള ആർജവമെങ്കിലും പാർട്ടി കാണിക്കുകയും അതുവഴി ഞങ്ങൾക്ക് വ്യത്യസ്തമായൊരു പോളിസി ഉണ്ട് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാനെങ്കിലും. പക്ഷേ അത് സാധിക്കണമെന്നില്ല. കാരണം കേന്ദ്ര ഏജൻസികളും ഒക്കെ ഇടപെടുന്ന ഈ കേസുകളായതുകൊണ്ട് ഇത്തരം അതിലൊരു പ്രശ്നമാണ്. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള സബ്ജക്റ്റിൽ ഒരുപോലെ ഇടപെടാം എന്ന് നമുക്ക് പറയാൻ മാത്രമേ പറ്റൂ. യഥാർത്ഥത്തിൽ പ്രായോഗികമായ വർക്കിലേക്ക് വരുമ്പം ഈ പ്രത്യേകിച്ചും IAS തലത്തിൽ ഇത് അവരവിടെ നിന്ന് വന്നവരും അങ്ങോട്ട് തിരിച്ചു പോകുന്നവരുമാണ്. അവരവിടെ നിന്നുള്ള ഉത്തരവുകൾ കേൾക്കുന്നവരും അതിനുവേണ്ടി കാതോർത്തിരിക്കുന്ന ആളുകളുമാണ്. അത് എത്ര എളുപ്പമല്ല. പക്ഷേ ഈ പ്രശാന്ത് പറഞ്ഞ ഇതുണ്ട്, ഞങ്ങളിതിനെ എൻഡോസ് ചെയ്യുന്നില്ല എന്ന ഒരു നില എടുക്കാവുന്നതാണ്. എനിക്കൊരു വ്യക്തിപരമായ ഒരു സംശയമുള്ളത്, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ ട്രൈറ്റിന് അദ്ദേഹം ഒരു സെക്യൂരിറ്റി വലയത്തിനകത്തുള്ള, ഇത്രയും ടൈറ്റായ സെക്യൂരിറ്റി വലയത്തിനകത്തുള്ള കേരളത്തിലെ ചരിത്രത്തിലെ ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി. ഇത്രയും സെക്യൂരിറ്റി ഇതിനു മുമ്പ് ഒരാൾക്കും ഉണ്ടായിട്ടില്ല, കരുണാകരന് പോലും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ
പേഴ്സണലായ ഒരു ട്രേറ്റ് ഇതിൽ എന്തെങ്കിലും പങ്കുവഹിക്കുന്നുണ്ടോ? അത് ഞാൻ വാസ്തവത്തിൽ അങ്ങനെയുള്ള ഒരു വിശകലനങ്ങളിലേക്ക് ഞാൻ പോകാറില്ല. കാരണം നമ്മൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, അല്ല, ആ ചോദ്യം പ്രസക്തമാകുന്നത് അതർവൈസ് വളരെ ഷാർപ്പായിട്ടും വളരെ കൃത്യമായിട്ടും ഇതിനെ തള്ളിപ്പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആളാണ് പിണറായി വിജയൻ. ഇപ്പോൾ ഇവിടെ കോഴിക്കോട് 2 വിദ്യാർത്ഥികളുടെ പേരിൽ UAPA ചുമത്തിയ സമയത്ത് അവർ ചായക്കടയിൽ പോയത് ചായക്കടയിൽ ചായ കുടിക്കാൻ പോയതല്ല എന്ന ലെവലിൽ വരെ അതിനെ ന്യായീകരിച്ചു മുഖ്യമന്ത്രി. അതുകൊണ്ടുകൂടിയാണ് പല ഘട്ടങ്ങളിലും ആ ന്യായീകരണം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നുവെച്ചാൽ വളരെ വെഹമെൻ്റ്ലി പോലീസിനെയും പോലീസ് ആക്ഷൻസിനെയും അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് പോലീസുകാർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്, പോലീസുകാർ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, ഒക്കെ ഉണ്ട്, ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. 108 പേരും 16 പേരും ഒക്കെ ഓരോ വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം പോലീസിനെയും പോലീസ് ആക്ഷനും വളരെ വെഹമെൻ്റായിട്ട് പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ബഷീറിൻ്റെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അതിപ്പം അങ്ങനെ ഇപ്പം പിണറായി വിജയൻ അല്ല അങ്ങനെ ഒരു സെക്യൂരിറ്റി വലയത്തിൽ, അതായത് ഇതിൽ അഭിരമിക്കുന്ന ഒരാൾ, അതായത് ഈ പോലീസിൻ്റെ ഒരു കാവൽക്കേഡ് എന്ന് പറയുന്ന പാരഫെർണീലിയ അതിൽ അഭിരമിക്കുന്ന ആളല്ലാത്തൊരാൾ ആയിരുന്നുവെങ്കിൽ മാറിച്ചാവുമായിരുന്നു എന്നുള്ളതല്ലേ. എന്നല്ല നായനാര് പറയുന്നത്, എനിക്കെന്തിനാണ് പോലീസ്, എൻ്റെ പുറകെ പോലീസ് വരണ്ട. പക്ഷേ കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 42 വാഹനങ്ങളുണ്ട് പിണറായി വിജയൻ്റെ കോൺവോയിലുണ്ട്. അപ്പോൾ ഒരു BJP അല്ലെങ്കിൽ ഒരു RSS നേതാവ് പോലീസ് സംരക്ഷണം ഒന്നുമില്ലാതെ ജനങ്ങൾക്ക് ഇവിടെ ഇടപഴകുന്നു എന്ന് നമുക്കൊരു ഒരു പിക്ചർ അറിയാം. പക്ഷേ ഒരുപക്ഷെ ആ നേതാവായിരിക്കാം ഒരുപക്ഷെ ഈ ഐഡിയോളജിക്കലിയുടെ കാര്യത്തിൽ ഇതിനേക്കാൾ ഏറ്റവും മാരകമായിട്ടുള്ളത് പ്രസരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അറിയില്ല, കാരണം ഞാനതിന് റിഡക്ഷനിസം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വലിയൊരു ഒരു പ്രശ്നത്തെ അതിൻ്റെ വളരെ എന്താ പറയുക വളരെ സില്ലിയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അതിനെ ചുരുക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് പാർട്ടി ഇപ്പോൾ അടിസ്ഥാന പ്രശ്നം ഞാൻ പറയാം, ഈ പോലീസിൻ്റെ കാര്യമല്ലാതെ ഈ ഒരു രഹസ്യാത്മകത ഉണ്ടാവുക, മിലിറ്ററൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഘടന ഉണ്ടാവുക, അത് ജനാധിപത്യത്തിൽ എന്തായാലും പറ്റാത്തൊരു കാര്യമാണ്. അടിസ്ഥാനപരമായിട്ട് CPMൻ്റെയും പോലീസിൻ്റെയും ഘടന അടിസ്ഥാനം ഇപ്പോൾ കെ വേണുവൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. ഈ പാർട്ടിയുടെ അടിസ്ഥാന രഹസ്യ സ്വഭാവം അല്ലെങ്കിൽ കേഡർ സിസ്റ്റം എന്നുള്ളതൊന്നും ആധുനിക ജനാധിപത്യത്തിന് പറ്റിയ ഒരു സിസ്റ്റമല്ല. അതേപോലെ തന്നെയാണ് 40-42 വാഹനങ്ങൾ ഉള്ള ഒരു മുഖ്യമന്ത്രി ജനാധിപത്യത്തിന് എത്രമാത്രം ഭൂഷണമാണെന്നുള്ളത്. പക്ഷെ ഞാൻ ആ കാര്യങ്ങളിലേക്ക് ചുരുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഫോഴ്സ് ചെയ്യുക എന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവായ ഒരു മെത്തേഡ്. അതല്ല, വേറെ പറയാം, കരുത്തനായ മുഖ്യമന്ത്രി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതൊക്കെ വേണം എന്നുള്ളൊരു ധാരണ ഉണ്ടാവാം. അപ്പോൾ കരുത്ത് എന്ന് പറയുന്നത് പോലീസാണ് എന്നുള്ളത്, അതായത് മറ്റേ ഇത്രയും സുരക്ഷാ ഭടന്മാരുടെ ഇടയിലൂടെയൊക്കെ പോകുമ്പോഴാണ് ഒരു വളരെ കരുത്തനായ, ഇപ്പോൾ സ്റ്റാലിനൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് ഇതിനേക്കാൾ ഭീകരമാണ്. അപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടാവും. അത് ആ കാര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഞാൻ പറയുന്നത് ഇത് അതിൽ വ്യക്തി കേന്ദ്രീയതയും അല്ല ഈ സംഭവം, ഇത് ഐഡിയോളജിക്കലാണ്. ഇതിപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെയല്ലാതെ തന്നെ വെറും ഒരു കാറിൽ പോയി കഴിഞ്ഞാൽ പോലും ഈ സംഭവങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. പക്ഷേ ഇതിന് അനുകൂലമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു പ്രതലം ഒരുക്കുന്നത് ചിലപ്പോൾ അതിൽ പങ്കുവച്ചിട്ടുണ്ടാവും എന്നല്ലാതെ അത്തരത്തിലുള്ള ഒരു വിശകലനങ്ങളിലേക്ക് പോകുന്നത് ശരിയല്ല എന്നുള്ള എൻ്റെ അഭിപ്രായം. ഞാൻ അവസാനം ബഷീറിനോട് ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ഇപ്പോൾ നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെ, കേരളത്തിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എത്രത്തോളം ഈ ഒരു പ്രശ്നത്തിൻ്റെ അപകടം, മുൻപില്ലാത്ത വിധത്തിലുള്ള അപകടം അത് മനസ്സിലാക്കുന്നുണ്ട്, അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളിലും സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷം ഈ വിഷയത്തിൽ അത്രത്തോളം ഗൗരവത്തോടെ ഇടപെടുന്നുണ്ടോ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ MR അജിത് കുമാർ എന്ന് പറയുന്ന ADGP
RSS മേധാവിയെ പോയി കണ്ടു, അല്ലെങ്കിൽ RSSൻ്റെ ഉപമേധാവിയെ പോയി കണ്ടു എന്ന വിഷയം പോലും അതിൻ്റെ ഒരു എന്താണ് അതിൽ യാഥാർത്ഥ്യം എന്നതുപോലും പുറത്തേക്ക് കൊണ്ടുവരാൻ പാകത്തിൽ പ്രവർത്തിക്കാൻ പ്രതിപക്ഷത്തിന് പറ്റുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഇതൊരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി ഇതിനെ മാറ്റാൻ പ്രതിപക്ഷത്തിന് സാധിക്കും. പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നം കേരളത്തിലെ UDFൻ്റെ ചരിത്രത്തിലും കോൺഗ്രസിൻ്റെ ചരിത്രത്തിലും ഒരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ഹെഡ്ലെസ് ആയ അവസ്ഥ, ഒരു തലയില്ലാത്ത അവസ്ഥ, ഒരു നേതൃത്വമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഒരു ഈക്വൽ പൊസിഷനിൽ വന്ന് നിൽക്കുന്ന അവസ്ഥ UDFും കോൺഗ്രസും അഭിമുഖീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ MR അജിത് കുമാറിൻ്റെയൊക്കെ പ്രശ്നം വളരെ സ്ട്രോങ് ആയിട്ട് സതീശൻ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു തുടക്കത്തിൽ. പക്ഷേ അതിന് ഫോളോ അപ്പ് ഉണ്ടാകുന്നില്ല. തുടർന്ന് അങ്ങോട്ട് അത് അതിൻ്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ സതീശന് പറ്റുന്നില്ല. കോൺഗ്രസിനും പ്രതിപക്ഷത്തിനുമുള്ള പ്രശ്നം ചുരുങ്ങിയത് 4-5 സ്റ്റേക്ക് ഹോൾഡേഴ്സ് അടുത്ത മുഖ്യമന്ത്രി പദം ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ഒരു 4 പേരെങ്കിലും ഏതാണ്ട് ഒരു ഈക്വൽ പൊസിഷനിൽ ഇങ്ങനെ മുന്നേറുകയാണ്. അതിൽ ഒരാൾക്ക് ഒരു ലീഡർഷിപ്പ് റോള് കിട്ടിയാലല്ലേ അയാൾക്കിത് സ്വന്തം ഒരു 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 ഇച്ഛാശക്തിയോടുകൂടി ഇത് മുന്നോട്ടുണ്ടാകാൻ പറ്റുക. അത് കോൺഗ്രസിനകത്ത് കിട്ടുന്നില്ല. സതീശനാണ് അതിന് ശ്രമിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും കോൺഗ്രസിൻ്റെ ഒരു രീതി അനുസരിച്ച് പിറകിൽ നിന്ന് വലിക്കാനുള്ള പ്രവണതകളുണ്ട്. മുമ്പില്ലാത്തൊരു ഒരു ക്രൈസിസ് ഈ KC വേണുഗോപാൽ കേന്ദ്രത്തിലുണ്ട് എന്നതാണ്. KC വേണുഗോപാലും കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിനുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. ഒരു അദ്ദേഹവും അതിൽ ഉന്നയിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അവകാശം ഉന്നയിക്കുന്നുണ്ട്. ഇതായിരിക്കണം സ്റ്റേറ്റ് ലീഡേഴ്സിൽ നിന്ന് ഒരാൾ പോലും ഇതിൻ്റെ ഒരു ലീഡർഷിപ്പ് ഇതിലേക്ക് കയറി വരുന്നില്ല. രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്, സുധാകരനുണ്ട്, ഈ അടുത്ത കാലം വരെ തരൂർ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷത്തിന് വളരെ ഒരു ഒറ്റ നിര എന്ന മട്ടിൽ വളരെ ശക്തിയോടുകൂടി ഈ ഭരണപക്ഷത്തിനെതിരെ ഒരു ക്യാമ്പയിൻ നയിക്കാനുള്ള അങ്ങനൊരു കപ്പാസിറ്റി ഇല്ലാത്ത വിധത്തിൽ നേതൃദാരിദ്ര്യമെന്നല്ല, യഥാർത്ഥത്തിൽ സർപ്ലസ് ആണ് നേതൃത്വം. കുറേ അധികം നേതാക്കന്മാരുള്ളതും അതേസമയം അതിനൊരു തലയില്ലാതാകുന്നു എന്ന അവസ്ഥയാണ് പ്രതിപക്ഷം നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒക്കെ പ്രശ്നവും വേറൊരു നിലക്ക് കൈകാര്യം ചെയ്താൽ വേണമെങ്കിൽ ഒരു ധാർമ്മികമായ അപ്പർ ഹാൻഡ് പിടിക്കാമായിരുന്ന പ്രശ്നത്തെ അവർക്കിടയിൽ ഗ്രൂപ്പിസമായി തീർന്നു. അതിൽ ഓരോ നേതാക്കളും അവരവരുടെ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവൻ അടൂർ പ്രകാശ് പോലും ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിന് അവർക്ക് ഉന്നയിക്കാൻ കഴിയില്ല, കഴിയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ നമ്മൾ സമീപകാലത്ത് കണ്ട തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ക്ഷുദ്രമായ വിഷയങ്ങളെ ചുറ്റിപ്പറ്റി നടത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി തീരാനാണ് സാധ്യത. പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു അവസ്ഥയാണ് അതിന് പ്രധാന കാരണം. റൈറ്റ്. എന്തായാലും പോലീസിനെതിരെ കഴിഞ്ഞ 2 ടേമുകൾക്കിടയിൽ ഉയർന്ന ആക്ഷേപങ്ങൾ ഒരുപക്ഷെ ഈ 2 ടേം തുടർഭരണം കിട്ടിയതുകൊണ്ടായിരിക്കാം ഇത്രയും അധികം ആക്ഷേപങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. പോലീസിനെതിരെ ആക്ഷേപങ്ങൾ മുൻകാലത്തും ധാരാളമായി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും ആക്ഷേപങ്ങൾ ഒരുമിച്ച് കേൾക്കേണ്ടി വരുന്ന ഒരു നേതാവ് ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും. അതിൻ്റെ ഭാരം CPMഉം ഇടതുപക്ഷവും പേറേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ ഉണ്ടാവും. അത് ഏത് വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിനും UDFനും സാധിക്കുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാകും. അതോടൊപ്പം തന്നെ പ്രധാനമാണ് ഈ രാഷ്ട്രീയം പോലീസ് തുടരുന്നത് വഴി, അല്ലെങ്കിൽ ഈ നടപടികൾ, ഈ അജണ്ട പോലീസ് തുടരുക വഴി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ധ്രുവീകരണവും. പവർ പ്ലേയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.